പലർക്കും ഇതുപോലെ റിവേഴ്സ് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാൻ കൃത്യമായിട്ട് ഒരു ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. നമുക്കൊരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ മിററിൽ നിന്ന് പോകരുത്. കാരണം നമുക്ക് മിററിൽ നോക്കുമ്പോഴാണ് ബാക്ക് ഭാഗം കറക്റ്റായിട്ട് കാണുക. നമ്മൾ തിരിഞ്ഞു നോക്കുവോ അല്ലാതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം തീരുന്നത് നമ്മൾ റിവേഴ്സ് എടുക്കരുത്. നമ്മൾ ആ ജഡ്ജ് ചെയ്യേണ്ട മിററിൽ നോക്കിയാണ്. ആ ജഡ്ജി നമ്മൾ ഏത് പോയിന്റ് ആണോ നോക്കി എടുക്കുന്നത്, ആ ജോയിന്റ് പോയിന്റ് നോക്കി കൃത്യമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ചേർന്ന് നമുക്ക് ആ മൂല വരുമ്പോൾ ഫുൾ ഒടിയണമെങ്കിൽ ആ മൂല വരാൻ കൃത്യമായിട്ട് നമുക്ക് ആ മിററിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. എത്ര ഫുൾ ഒടിച്ചെന്ന് പറഞ്ഞാലും വണ്ടി അവിടെ കയറുന്നില്ല. വീണ്ടും നമ്മൾ മുൻപോട്ട് എടുക്കുക, മുൻപോട്ട് എടുത്ത് എത്രത്തോളം നമുക്ക് മുൻപോട്ട് വരാമോ അത്രത്തോളം നമ്മൾ മുൻപോട്ട് കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് തിരിക്കുക ഫുള്ളായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒടിഞ്ഞൊടിഞ്ഞ് കയറത്തുള്ളൂ. നമ്മൾ ഒറ്റ അടിക്ക് കയറാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമുക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല. കാരണം ഒരു വാഹനം കയറാനുള്ള സ്പേസേ ഉള്ളൂ. വീണ്ടും നമ്മൾ കയറുന്നതനുസരിച്ച് അവിടെ ഗ്യാപ്പ് കൂടുതലാണ് വരുന്നത്. വീണ്ടും നിർത്തണം അവിടെ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കയറ്റാൻ കഴിയത്തുള്ളൂ. വീണ്ടും അവിടെ നിർത്തി അവിടെ ഗ്യാപ്പ് കുറവാണ്. കാരണം അവിടെ കയറുന്ന അവിടെ തട്ടും. വീണ്ടും ട്രാഷ് ഗിയർ കൊടുത്തു വീണ്ടും നമ്മൾ മുൻപോട്ട് എടുക്കുന്നതോറും നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് തിരിച്ച് നമുക്ക് എത്രത്തോളം മുൻപോട്ട് എടുക്കാൻ പറ്റും അത്രത്തോളം മുൻപോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റൈറ്റ് സൈഡാണ് ചേർത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സൈഡിലോട്ട് ചേർക്കാൻ ഏത് സൈഡാണ് നമ്മൾ ചേർത്ത് പോകാൻ ഇപ്പം നമുക്ക് കാർ പാർക്കിന്റെ മൂലയ്ക്ക് കയറിയിട്ടുണ്ട്. ഏത് സൈഡാണ് ചേർത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡ് തന്നെ കൃത്യമായിട്ട് നോക്കി ആ സൈഡ് കൃത്യമായി കഴിഞ്ഞാൽ വീല് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ട കൃത്യമായിട്ട് സൈഡ് നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തൊരു വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് ക്ലാസ് നടക്കുന്നത് സ്ഥലം ഏതാ? നെല്ലിമറ്റം സ്ഥലത്താണ്.